ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ വെറുതെ വിടില്ല എന്ന ഭീഷണിയുമായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബി.ജെ.പിയിലെ വിഭാഗീയതയെ സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സുരേന്ദ്രന്റെ പ്രതികരണം. ബി.ജെ.പിയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല എന്ന് സുരേന്ദ്രൻ ഭീഷണി മുഴക്കി. കള്ളവാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ആരെയും വെറുതെ വിടില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പ്, ബി.ജെ.പിയിലെ വിഭാഗീയത എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ സുരേന്ദ്രനോട് ചോദിച്ചത്. ഇതാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബി.ജെ.പിയുടെ പാലക്കാട്ടെ തോൽവിയാണ് മാധ്യമങ്ങളിലെല്ലാം ചർച്ചാ വിഷയം. ശ്രീ കൃഷ്ണകുമാറിന്റെ തോൽവിക്ക് ഉത്തരവാദിത്തം സുരേന്ദ്രനാണ് എന്ന് തുറന്നടിച്ച് ബി.ജെ.പി നേതാക്കൾ രംഗത്ത് വന്നെത്തിയിരുന്നു. ഇതോടെയാണ് സുരേന്ദ്രൻ ക്ഷുഭിതനാകുന്നത്. ഇന്നലെയും പാലക്കാട്ടെ തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് സുരേന്ദ്രൻ കയർത്ത് സംസാരിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തനിക്കെതിരെ മാധ്യമങ്ങൾ ചവറ് വാർത്തകളാണ് നൽകുന്നതെന്നും സുരേന്ദ്രൻ ആക്ഷേപിച്ചു. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 15 സീറ്റ് കിട്ടിയതും ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റതും ചർച്ച ചെയ്യുന്നില്ല എന്നും ബി.ജെ.പിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണ് എന്നറിയാത്ത രീതിയിലാണ് 3 ദിവസമായി മാധ്യമങ്ങൾ തുള്ളിക്കൊണ്ടിരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇന്നത്തെ യോഗം സജീവ അംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചുമുള്ളതാണെന്ന് മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പ്രസിഡന്റ് സ്ഥാനം തെറിക്കുമെന്ന വാർത്തകൾ നിഷേധിച്ചും കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. എ ക്ലാസ് മണ്ഡലമായ പാലക്കാട്ട് നേരിട്ട തോൽവിക്ക് ശേഷം ബി.ജെ.പിയിൽ കടുത്ത രൂപത്തിലുള്ള പൊട്ടിത്തെറി തുടങ്ങി. ചരിത്രത്തിൽ ആദ്യമായി സുരേന്ദ്രനെ ഔദ്യോഗിക പക്ഷത്തെ നേതാക്കൾ പോലും കൈയൊഴിഞ്ഞു. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സുരേന്ദ്രൻ രാജിവെക്കണമെന്ന് ഔദ്യോഗിക പക്ഷത്തെ അടക്കം നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു. ക്ഷേത്ര സഹമന്ത്രി സുരേഷ് ഗോപി വരെ ഇക്കൂട്ടത്തിൽപ്പെടും. സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചയാണ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത്. അതേസമയം പാലക്കാട് ബി.ജെ.പി നേതാക്കൾ പരസ്യ പ്രതികരണത്തിൽ നിന്നും വിലക്കിയതോടുകൂടിയാണ് ഇനിയൊരു പൊട്ടിത്തെറി ഉണ്ടാകില്ല എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി നഗരസഭ അധ്യക്ഷയുടെ ഉൾപ്പെടെ വിമർശനം ചർച്ചയ്ക്ക് വഴിവെച്ചു. അതേസമയം കൗൺസിലർമാരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും നേതൃത്വം നടന്നു. സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയതു മുതൽ നല്ല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ കനത്ത മുന്നേറ്റം സന്ദീപ് വാര്യരെ വളരെയധികം ആവേശഭരിതനാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് മധുവുമായി സന്ദീപ് വാര്യർ നടത്തിയ ചർച്ചാ വിവരങ്ങൾ പുറത്തുവന്നു. കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചയിൽ വിഷയമായത്. ഇക്കാര്യം മധു സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ പാലക്കാട് ശ്രീ കൃഷ്ണകുമാറുമായി ഇടഞ്ഞു നിൽക്കുന്ന നഗരസഭാ കൗൺസിലർമാരെ ലക്ഷ്യമിട്ട് സന്ദീപ് നീങ്ങുന്നു. കോൺഗ്രസിന്റെ ആശയം ഉൾക്കൊള്ളാൻ സന്നദ്ധരായ ആർക്കും ഇവിടേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇത് ബി.ജെ.പി ക്യാമ്പിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ നേതാക്കന്മാരെ അടർത്തിയെടുക്കാൻ സന്ദീപ് നടത്തുന്ന ശ്രമം എന്ത് വില കൊടുത്തും തടയണമെന്നാണ് ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യം. എന്നാൽ ഇതിൽ എടുത്തുചാടി തീരുമാനമെടുക്കേണ്ടെന്നും സന്ദീപ് ഏതറ്റം വരെ പോകുമെന്ന് നോക്കിയ ശേഷം ഉചിതമായ തീരുമാനമെടുക്കാമെന്നുമാണ് RSS നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ബി.ജെ.പി ക്യാമ്പിൽ നിന്നും പലരും തനിക്കൊപ്പം കോൺഗ്രസിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് സന്ദീപ്. ഇക്കാര്യം അദ്ദേഹം പാർട്ടി അധ്യക്ഷൻ ഉൾപ്പെടെ പലരോടും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്ത. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് കെ സുരേന്ദ്രൻ P.K. കൃഷ്ണദാസ് പക്ഷം പരസ്യമായ പോരിലേക്ക് പോയിരുന്നു. ശോഭാ സുരേന്ദ്രനെ തടഞ്ഞതുകൊണ്ട് P.K. കൃഷ്ണദാസ് വിഭാഗം ഉൾവലിഞ്ഞു നിന്നു എന്ന് സുരേന്ദ്രൻ ഗ്രൂപ്പ് ആരോപിക്കുമ്പോൾ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പാളിച്ച പറ്റിപ്പോയി എന്നാണ് എതിർ വിഭാഗത്തിന്റെ വാദം. കൃഷ്ണദാസിന്റെ വിശ്വസ്തരായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായില്ല എന്ന് സുരേന്ദ്രൻ പക്ഷം ആരോപിച്ചു. കൃഷ്ണകുമാർ മത്സരിച്ചാൽ വിജയിക്കില്ലെന്നും അതിനാൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ആവശ്യപ്പെട്ട് സുരേഷ് ഗോപി ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാലക്കാട് ജില്ലയിലും ബി.ജെ.പിയിൽ പൊട്ടിത്തെറി രൂക്ഷമായി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് തമ്പടിച്ചതുകൊണ്ട് മാത്രം വിജയിക്കാൻ സാധിക്കില്ല എന്ന് ബി.ജെ.പി ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചു എന്നും പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി സി കൃഷ്ണകുമാറിനെ മാറ്റി നിർത്തണമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ നേതൃത്വം വലിയ പരാജയമാണ് എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ തരൂർ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ പ്രചാരണത്തിൽ സജീവമായില്ല എന്നും കുറ്റപ്പെടുത്തി. ബി.ജെ.പിയുടെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടു. തോൽവിയെക്കുറിച്ച് പരിശോധിക്കണമെന്നും സുരേന്ദ്രൻ തരൂർ പറഞ്ഞു. സ്വന്തം നോമിനിയെ സ്ഥാനാർത്ഥിയാക്കിയത് അടക്കം പാലക്കാട് തീരുമാനങ്ങളെല്ലാം എടുത്തത് കെ സുരേന്ദ്രൻ തനിച്ചായിരുന്നു എന്നാണ് എതിർചേരിയുടെ വിമർശനം. അപ്പോൾ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം
ഇതിനകത്ത് തന്നെ ആദ്യം പാർട്ടിക്കകത്ത് തന്നെയുള്ള വിമർശനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. ഇപ്പോ ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച് ബഹിരാകാശത്തേക്ക് പോയ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ ഏതാണ്ട് കൃത്യമായ ഫലം പ്രവചിച്ച കമന്റുകൾ വന്നു എന്നാണ് ഇന്ന് വന്ന പ്രത്യേകമായിട്ടുള്ള ഒരു വാർത്ത. അത് മാധ്യമം പത്രത്തിന്റെ വാർത്തയുമായിരുന്നു. P. കുമാർ KT എന്ന പ്രൊഫൈലാണ് തെരഞ്ഞെടുപ്പ് ഫലം 3 ദിവസം മുമ്പ് തന്നെ പ്രവചിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന് 18,000 വോട്ട് ഭൂരിപക്ഷം ഉറപ്പ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം. നഗരസഭയിൽ മാത്രം BJP മുന്നിൽ വരുമെന്നും പഞ്ചായത്തുകളിലെല്ലാം BJP 3-ാം സ്ഥാനത്താകുമെന്നും രാഹുൽ 18,000 വോട്ടിന് ഭൂരിപക്ഷം കിട്ടും എന്നായിരുന്നു P. കുമാർ KTയുടെ കമന്റ്. നവംബർ 20 രാത്രി 7 മണിക്കാണ് ഈ പ്രവചനം സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ എഴുതിയത്. എന്നാൽ നഗരസഭയിൽ BJP മുന്നിൽ വരും എന്ന കണക്കുകൂട്ടൽ മാത്രം തെറ്റി. നഗരസഭയിൽ രാഹുൽ തന്നെയാണ് മുന്നിട്ടത്. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ നഗരസഭയിൽ മാത്രം 4,590 വോട്ടിന്റെ മേൽക്കൈ നേടാൻ സാധിച്ചു. ബാക്കി 3 പഞ്ചായത്തുകളിലും രാഹുൽ തന്നെയാണ് മുന്നിട്ട് നിന്നത്. ജോൾസനാണോ കറക്റ്റ് പ്രൊഡിക്ഷൻ ആണോ എന്ന് ഒരാൾ കമന്റ് ചെയ്ത് ചോദിച്ചു. എത്ര ശരിയായിട്ടുള്ള പ്രവചനമാണെന്നും പാലക്കാടിന്റെ മണ്ണ് മതേതരത്തിനൊപ്പം മനുഷ്യത്വത്തിനൊപ്പം എന്നും വർഗീയം പ്രചരിപ്പിച്ചവർ അവരെ ജനങ്ങൾ തള്ളി, ഇങ്ങനെ പല രൂപത്തിലും ആളുകൾ കമന്റ്സ് എഴുതിയിട്ടുണ്ട്. പാലക്കാട് നിന്നും ഷാഫിയെ വടകരയിൽ മത്സരിപ്പിച്ചത് പാലക്കാട് സീറ്റ് BJPക്ക് അടിയറവ് വയ്ക്കാനാണ് എന്ന് CPMന്റെ പാട്ട് കച്ചേരി ഇന്നത്തോടുകൂടി നിർത്തണം പ്ലീസ്, ഇങ്ങനെ പല രൂപത്തിലുമുള്ള കമന്റുകളുണ്ട്. ഹൈ വോൾട്ടേജ് പ്രചാരണം നടന്ന പാലക്കാട് 18,840 എന്ന ചരിത്ര ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കന്നിജയം. ഷാഫി പറമ്പിൽ 2016 നേടിയ 17,483 എന്ന സംഖ്യയാണ് രാഹുൽ തിരുത്തി കുറിച്ചത്. 2-ാം സ്ഥാനത്തെത്തിയ BJPയുടെ C. കൃഷ്ണകുമാർ CPM സ്വതന്ത്രൻ ഡോക്ടർ P. സരിനേക്കാൾ 2,256 വോട്ടാണ് അധികം നേടിയത്. ഡോക്ടർ സരിൻ കഴിഞ്ഞ തവണ CPM സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ 860 വോട്ട് അധികം നേടാനും സാധിച്ചിട്ടുണ്ട്. പാലക്കാട് BJP വിജയിക്കുമെന്നും UDF 3-ാം സ്ഥാനത്താകുമെന്നുമായിരുന്നു സുരേന്ദ്രൻ പ്രവചിച്ചത്. വടക്കുംനാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ പാലക്കാട് വിജയം, NDAക്ക് 3-ാം സ്ഥാനത്ത്, UDF ഇതൊക്കെയായിരുന്നു സുരേന്ദ്രന്റെ പോസ്റ്റ്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ പാലക്കാട് C. കൃഷ്ണകുമാർ ജയിക്കുമെന്നായിരുന്നു സ്ഥാനാർത്ഥിയുടെ ചിത്രം സഹിതമുള്ള ഒരു കുറിപ്പ്. എന്നാൽ ഫലം വന്നപ്പോൾ BJP 8 നിലയിൽ പൊട്ടി. പ്രവചനം പാളിയ സുരേന്ദ്രനെ ബഹിരാകാശത്തേക്ക് പ്രസിഡന്റ് എന്ന് വിളിച്ചാണ് സന്ദീപ് വാര്യർ പരിഹസിച്ചത്. ബഹിരാകാശത്തെ പ്രസിഡന്റ് എന്ന് വിളിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സുരേന്ദ്രൻ നേരിട്ട് നേതൃത്വം നൽകിയപ്പോൾ തന്നെ തോൽക്കുമെന്ന് തനിക്ക് ഉറപ്പായിരുന്നു എന്ന് സന്ദീപ് പറഞ്ഞു. സുരേന്ദ്രൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ശരിയായി നടന്നിട്ടുണ്ടോ? തോൽക്കുന്നതിന്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നയാളാണ് സുരേന്ദ്രൻ. ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും അങ്ങനെയാണ്. സുരേന്ദ്രൻ നേതൃത്വം നൽകിയ ഒരു തെരഞ്ഞെടുപ്പിലും ഇതേവരെ ജയിച്ച ചരിത്രമില്ല. സുരേഷ് ഗോപി എന്ന മലയാളത്തിലെ മഹാനടന്റെ വിജയം മാത്രമാണ് തൃശ്ശൂരിലേത്. ഇപ്പോൾ ചേലക്കരയിലെ ഫലത്തോടുകൂടി ബോധ്യപ്പെടുകയും ചെയ്തു. തൃശ്ശൂരിലെ BJPയുടെ മാഫിയ നേതൃത്വത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം പറഞ്ഞു. സുരേന്ദ്രനെ പുറത്താക്കാതെ കേരളത്തിലെ BJP രക്ഷപ്പെടില്ല എന്നും എന്നാൽ അയാൾ ഒരിക്കലും രാജിവെക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. K. സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി ഭവനിൽ നിന്ന് അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിക്കാതെ ആ പാർട്ടി കേരളത്തിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു.